വാർത്തകൾ വിശദമായി. CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളി ഹൈക്കോടതി. വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശവും ഹൈക്കോടതി റദ്ദാക്കി. വിചാരണ കോടതി പരാമർശം അനാവശ്യമാണെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. പൊതുപ്രവർത്തകനായിരുന്ന കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവും കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനുമാണ് CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജികൾ നൽകിയത്. വിധി നിരാശപ്പെടുത്തിയിട്ടില്ലെന്നും പോരാട്ടം അവസാനിക്കില്ലെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ നിയമ പോരാട്ടമാണ്, അനായാസമല്ലെന്ന ബോധ്യം ഉണ്ടായിരുന്നു. നിയമയുദ്ധം തുടരും. സംസ്ഥാനത്തെ അഴിമതിക്കെതിരെ പോരാട്ടം തുടരുമെന്ന് ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. പച്ചയായ അഴിമതി നടന്നുവെന്നതിൽ തനിക്ക് സംശയമില്ല. തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നുമായിരുന്നു മാത്യു കുഴൽനാടന്റെ പ്രതികരണം. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഗിരീഷ് ബാബുവിന്റെ റിവിഷൻ ഹർജി നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ആരോപണം തെളിയിക്കുന്നതിനുള്ള പ്രാഥമിക തെളിവുകൾ ഹർജിയിൽ ഇല്ലെന്ന് നിരീക്ഷിച്ചായിരുന്നു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ നടപടി. സമാന ആവശ്യമുന്നയിച്ച് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരുവരും റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഗിരീഷ് ബാബു മരിച്ച സാഹചര്യത്തിൽ കേസുമായി മുന്നോട്ടു പോകാനില്ലെന്നായിരുന്നു കുടുംബം ഹൈക്കോടതിയെ അറിയിച്ചത്. എന്നാൽ പരാതിക്കാരൻ മരിച്ചാലും ഹർജി നിലനിൽക്കുമെന്നാണ് ഹൈക്കോടതി സ്വീകരിച്ച നിലപാട്. തുടർന്ന് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചാണ് ഹൈക്കോടതി കേസിൽ വാദം പൂർത്തിയാക്കിയത്. എക്സാലോജി കമ്പനി ഉടമ വീണ ടി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ MLA മാരായ രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരാണ് റിവിഷൻ ഹർജിയിലെ എതിർകക്ഷികൾ. CMRLുമായുള്ള സാമ്പത്തിക ഇടപാട് അഴിമതിയുടെ പരിധിയിൽ വരും. ഇതിന്മേൽ വിജിലൻസ് കേസെടുത്ത് അന്വേഷിക്കുവാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു റിവിഷൻ ഹർജിയിലെ ആവശ്യം. വീണയ്ക്കും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്കുമില്ലാത്ത സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ചാണ് എക്സാലോജി കമ്പനി CMRLിൽ നിന്ന് മാസപ്പടി വാങ്ങിയതെന്നായിരുന്നു പ്രധാന ആരോപണം.